ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വേറൊന്നുമല്ല, ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഈ മേക്കപ്പ് പ്രൊഡക്റ്റിൽ രണ്ടെണ്ണമാണ് ഇഷ്ടം. ഒന്ന് ഐലൈനറും ഒന്ന് ലിപ്സ്റ്റിക്കും. ഈ രണ്ട് സംഭവം ഇല്ലാതെ എനിക്ക് പുറത്ത് പോകാൻ അത്ര വലിയ കോൺഫിഡൻറ്റ് ഇല്ല. എനിക്കൊരു എന്തുപോലെയാണ്. അപ്പോൾ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡാർക്ക് ബോൾഡ് ഷെയ്ഡൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് ന്യൂഡ് ഷെയ്ഡാണ് ഇഷ്ടം. ന്യൂഡ് ഷെയ്ഡ് എന്ന് പറയുമ്പം പക്ക ന്യൂഡല്ല, ഒരു ബ്രൗണിഷ് പിങ്ക് ന്യൂഡ് ഷെയ്ഡാണ്. അതാണ് എനിക്ക് കൂടുതലിഷ്ടം. ഞാനിതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗിവ് മീ മോക്ക പറഞ്ഞ ലിപ്സ്റ്റിക്കാണിത്. അത് ഒരു എല്ലാവർക്കും അറിയാം, ഭയങ്കര വൈറലായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആയിരുന്നു അത് എല്ലാ സ്കിൻ ടോണിനും അടിപൊളിയായിരുന്നു. ഞാനത് 3 ബോട്ടിൽസ് യൂസ് ചെയ്തു. പിന്നെ അത് കിട്ടിയില്ല, ഔട്ട് ഓഫ് സ്റ്റോക്കായി. അപ്പോൾ ഭയങ്കര സങ്കടമായി. ഞാൻ പിന്നെ കുറേ സെർച്ച് ചെയ്ത് നോക്കി എനിക്ക് ആ എക്സാക്ട് ഷെയ്ഡ് കിട്ടാൻ, പക്ഷേ കിട്ടിയില്ല ഗൈസ്. ഞാൻ കുറേ വാങ്ങിക്കണമെങ്കിലും 2-3 വാങ്ങിയെങ്കിലും ഒക്കെ എന്താ പറയുക, എനിക്ക് മാച്ച് ആവാത്ത ഷെയ്ഡായിരുന്നു. അറ്റ് ലാസ്റ്റ് ഐ ഗോട്ട് ഇറ്റ് ഗൈസ്. ഇത് എക്സാക്ട് ഡ്യൂപ്പൊന്നും പറഞ്ഞില്ല കേട്ടോ, എന്നാലും എന്താ പറയുക, കുഴപ്പമില്ല. അപ്പോൾ ഇത് ഫേസസ് കാനഡേൻ്റെ കംഫി മാറ്റ് വാവ് റേഞ്ചിലെ കൊക്കോ ക്രഷ് പറഞ്ഞ ഷെയ്ഡാണ്. 07 ഷെയ്ഡ് നമ്പർ. ഇതെന്താ പറയുക, അടിപൊളി. എന്താ ഞാൻ പറഞ്ഞല്ലോ, എക്സാക്ട് ഡ്യൂപ്പ് ഓഫ് ഗിവ് മീ മോക്ക എന്ന് പറഞ്ഞില്ല, എന്നാലും ഗിവ് മീ മോക്കൻ്റെ ഒരു ബ്രദർ സിസ്റ്ററൊക്കെ ആയിട്ട് വരും. ഇത് ഗിവ് മീ മോക്കനെക്കാട്ടിലും ഇത്തിരി ഡാർക്കർ ഷെയ്ഡാണ്. പക്ഷേ ഞാൻ അത്ര ഡാർക്കായിട്ടില്ല ഇടൂല, ഞാൻ ലൈറ്റായിട്ടാണ് ഇടുക. ഞാൻ ഒന്നെങ്കിൽ ഫിംഗർമാക്കിയാണ്ട് അങ്ങനെ ടാബ് ചെയ്യലോ അങ്ങനെ എന്തെങ്കിലുമാണ്, അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്മെഡ് ചെയ്താണ്ട് ഇട്ടില്ലാണ് ഞാൻ. ലൈറ്റ് ഒരു നാച്ചുറൽ പിങ്ക് ലിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു ഒരു പിങ്കിഷ് ബ്രൗൺ ആണ് കളറ്. അത് നല്ല ഭംഗിയിട്ട് കാണും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓൾമോസ്റ്റ് ഓൾ സ്കിൻ ടോണിൽ ചേരും. ഭയങ്കര കംഫർട്ടബിളാണ്. ലിപ്പ് ഡ്രൈയേ ആക്കണില്ല. ട്രാൻസ്ഫർ പ്രൂഫാണ്. പിന്നെ അതേമാതിരി ലോങ് ലാസ്റ്റാണ് ഗൈസ്. ഇത് നല്ലോണം ഡാർക്കാക്കി ഇടുന്നവരാണെങ്കിൽ ഇത് എന്ത് ഫുഡ് കഴിച്ചാലും അനങ്ങൂല അവിടുന്ന്. ഞാൻ കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് കുറച്ച് പോകും, എന്നാലും ഇത് അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ. എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിൽ തന്നെ ഈ ഫേസസ് കാനഡയുടെ കംഫി വോ മാറ്റിൽ തന്നെ വേറൊന്നുണ്ട്, നോട്ട് ടു സെൽഫ് പറഞ്ഞ ഒരു ഷെയ്ഡുണ്ട്. അത് ഇതിനെക്കാട്ടിലൊരു ലൈറ്റർ ഷെയ്ഡാണ് തോന്നുന്നു. ഏകദേശം സെയിമാണ്, പക്ഷെ ഒരു പൊടിക്കൊരു ലൈറ്റാണ് ആ ഷെയ്ഡ്. നമുക്ക് തോന്നും കേട്ടോ, ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടപ്പം അങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ ഇട്ട വീഡിയോയിൽ കാണിക്കാം. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.